വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വേലിക്കൽ നിന്നവനേ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനേ, എന്നോട് കിന്നാരം പറഞ്ഞവനേ. ഭയങ്കര മടി. ഉമ്മ വേഗം എല്ലാ പാട്ടും പഠിക്കും. എനിക്ക് എൻ്റെ അനിയത്തി പറയലുണ്ട്, നീ എല്ലാവരും പാടിക്കഴിഞ്ഞ് ആ പാട്ട് കൊട്ടയിലിടുമ്പോൾ ഞാനത് എടുത്തു വരിക, ഞാൻ ഇന്ന പാട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. മാപ്പിള പാട്ടുകളിൽ തന്നെ കത്തുപാട്ടുകള്, സബീന പാട്ടുകള്, പിന്നെ മാലപ്പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എഴുതിയറിയിക്കാൻ കാര്യങ്ങൾ 100 എഴുതുകയല്ലാതെ വേറെന്തു വഴിയുണ്ട്. ആ പാട്ട് കേട്ടിട്ട് ഈ ഗൾഫിൽ പോയി ചിലപ്പോൾ ഉണ്ടാവില്ല, നമുക്ക് വരാൻ പറ്റാണ്ട് അങ്ങനെ ദുഃഖം അനുഭവിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവും. അപ്പോൾ അവരൊക്കെ കുറേ ആൾക്കാർ നാട്ടിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഓരോരാളെ ചോയ്സ് പോലെ എഴുതുന്ന ആൾക്കാരെ കുറച്ച് കടുകട്ടി സാഹിത്യങ്ങളൊക്കെ ഉപയോഗിച്ച് എഴുതുന്നവരുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് എഴുതുന്നവരുണ്ട്. അപ്പോൾ മാപ്പിളപ്പാട്ടിൽ എനിക്കൊന്നും വരാത്ത ഒരു മേഖല ഇല്ല, എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ട്. കണ്ണിമാവിൻ ചോട്ടിലെന്നെ നീ വിളിച്ചില്ലേ, പണ്ട് ഉണ്ണിമാങ്ങ പാഞ്ഞെടുക്കാൻ മത്സരിച്ചില്ലേ, കാറ്റു വന്നു കാട്ടുമുല്ല പൂവിറുത്തില്ലേ, അന്ന് കൂട്ടുകാർ നാം പൂപ്പെറുക്കി മാല കോർത്തില്ലേ. ഇപ്പം ഒരു പരിപാടി വരാൻ പോവുകയാണല്ലോ അല്ലെ, ഉമ്മയും മകളും പാടുന്നു, നല്ല ടൈറ്റില്. അങ്ങനെ ഒരു പരിപാടി ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാ? അത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞങ്ങനെ ഇങ്ങനെ ഇരുത്താനൊന്നും ശരിയാവില്ല. പിന്നെ വേറെ എവിടെ പ്രോഗ്രാമിന് പോയാലും എന്നോട് എല്ലാവരും പറയും പാട്ട് നന്നാവുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞാൽ ഓക്കെ, അല്ല ഉമ്മാൻ്റെ എന്ന് പറയും. അപ്പം ഉമ്മാനോട് അന്വേഷണം പറയണം, ഉമ്മാൻ്റെ ആ പാട്ട് കേട്ടിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്, ടീച്ചറെ ഞങ്ങൾക്ക് കാണണമെന്ന് വലിയ ആഗ്രഹം. അപ്പം ഞാൻ പറഞ്ഞു ഉമ്മ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നു. പിന്നെ ഈ പറയുന്ന പോലെ പറയും കുറേ ആൾ ഉമ്മ എങ്ങനെ ഫേമസ് ആയി പോയാലോ എനിക്ക് പേടി. ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഒരു പേടി അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു വാ, ഏതായാലും നമ്മളിങ്ങനെ പാടുന്നുണ്ടല്ലോ, വീട്ടിൽ നിന്നൊക്കെ പാടും. പിന്നെ ഉമ്മാക്ക് ഈ പറയുന്ന പോലെ കുറച്ചൊരു സ്റ്റേജ് ഫിയർ ഉണ്ട്. അതെന്താ വെച്ചാൽ കുറച്ച് കാലം മാറി നിന്നുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞാൽ അതൊന്നും ഒരു വിഷയമല്ല, പിന്നെ എനിക്ക് നല്ല ധൈര്യമാണ്. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴായാലും പാടുമ്പോഴായാലും ഇങ്ങനെ നല്ലോണം അടിയും കൂടും, പിന്നെ നല്ല ചീത്തയും കിട്ടും. ഞാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടി. ഉമ്മ വേഗം എല്ലാ പാട്ടും പഠിക്കും. എനിക്ക് എൻ്റെ അനിയത്തി പറയലുണ്ട്, നീ എല്ലാവരും പാടിക്കഴിഞ്ഞ് ആ പാട്ട് കൊട്ടയിലിടുമ്പോൾ ഞാനത് എടുത്തു വരിക, ഞാൻ ഇന്ന പാട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അത്രയും മടിയാണ് എനിക്ക്. പക്ഷെ ഉമ്മാൻ്റെ കൂടെ പാടുമ്പോൾ നമുക്കൊരു ധൈര്യമല്ലേ. എനിക്ക് പണ്ടേ പിന്നെ കോമ്പറ്റീഷൻ ആയാലും പോകുമ്പം എൻ്റെ ഉപ്പ മരിച്ചിട്ട് ഇപ്പം 3 വർഷം ആവുന്നു. ഇപ്പം നമ്മളെ കൂടെ ഇല്ല. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആളാണ് ഉപ്പ. അപ്പോൾ എല്ലാവരും പറയും ഇങ്ങനെ അച്ഛനും അമ്മനെല്ലാം കാണുമ്പോൾ നമുക്ക് ടെൻഷനാണ്. പക്ഷെ എനിക്ക് ഇവർ രണ്ടാളും മുമ്പിൽ ഇരുന്ന് ഞാൻ പാടുമ്പോൾ ഇവരെ മുഖത്ത് നോക്കി ഇവര് ടെൻഷനാണ്. പക്ഷെ നമ്മ അത് ഇരിക്കുന്നില്ല പറഞ്ഞാൽ ഇവളെ ഫ്രണ്ട് റോയിൽ ഇരിക്കാൻ പറയും. പക്ഷെ പാടിക്കുന്ന ഞാൻ ഇവരെ കൂളായിട്ട് പാടും. ഇവരെ നോക്കുമ്പം ഇവരെനിക്കൊരു അടിപൊളി ഒരു എക്സ്പ്രഷൻ ഇട്ടാൽ എനിക്കത് സന്തോഷമായി. അതിപ്പോഴും അങ്ങനെയാണ്, എനിക്ക് കൂടെ വേണം എപ്പോഴും. പിന്നെ കുറച്ചുപ്പാക്ക് അസുഖം വന്ന് അങ്ങനെ പെട്ടെന്ന് നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെയാണ്. അപ്പൊ അതിനുശേഷമാണ് സത്യം പറഞ്ഞാൽ ഞാനൊരു ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പോലും പഠിച്ചത് ഉപ്പ പോയതിന് ശേഷമാണ്. അതുവരെ ഇവർ രണ്ടാളും ഒന്നിച്ച് തന്നെ ഉണ്ടാവും. അപ്പൊ എൻ്റെ അനിയത്തി എപ്പോഴും പറയലുണ്ട്, എല്ലാവരും പറയുന്ന പോലത്തെ ഡയലോഗ്, അപ്പൊ ഞാൻ എന്തെങ്കിലും മോളല്ലേ എന്ന് വെക്കാൻ എപ്പോഴും എന്നെയാണ് കെയർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകല്. അനിയത്തി പാടുമോ? അവളും പാടും. അവള് പേര് റെൻസീബ, ഇംഗ്ലീഷ് ടീച്ചറാണ്, അബുദാബിയിൽ വർക്ക് ചെയ്യാണ്. കൊച്ചുമക്കളും ഹസ്ബൻഡും ആയിട്ട് അവിടെ സെറ്റിൽഡ് ആണ്. പാട്ടിലേക്ക് സജീവമായി. നാട്ടിൽ വന്നാൽ ഇപ്പൊ കൂടെ ഇരുന്ന് പാടും. ഹിന്ദി സോങ്സ് ആണ് കൂടുതൽ പാടാറ്. ഓക്ക് ടീച്ചിങ് പ്രൊഫഷനാണ് ഇഷ്ടം. അപ്പൊ പിന്നെ അതിലേക്ക് മാറി. ഹിന്ദി പാടാറുണ്ടോ? ഹിന്ദി കുറച്ചൊക്കെ പാടും. ദിൽ കെ അർമാൻ ആസുओं में बह गए, दिल के अरमां आँसुओं में बह गए, दिल के अरमां आँसुओं में बह गए, हम वफा करके
रह गए, दिल के अरमां आंसुओं में बह गए, दिल के अरमां आंसुओं में बह गए। जिंदगी एक प्यास बनकर रह गई, जिंदगी एक प्यास बनकर रह गई, प्यार के किस्से अधूरे रह गए, प्यार के किस्से अधूरे रह गए। हम वफा करके भी तन्हा रह गए, दिल के अरमां आंसुओं में बह गए, दिल के अरमां आंसुओं में बह गए. ഏതൊക്കെ കാര്യങ്ങളാണ് മാപ്പിളപ്പാട്ടില് വിഷയമായിട്ട് വരുന്നത്? അതിലിപ്പം പ്രണയം, വിരഹം, താരാട്ട്, പിന്നെ ഉമ്മയെ ഒന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ ഇപ്പം ചേച്ചിനെ കണ്ടു എന്ന് വിചാരിച്ചോ, ഇപ്പൊ ഒരു പാട്ട് എഴുതാം, അങ്ങനെ അങ്ങനെ ഏത് വിഷയം, അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒന്നുമില്ല. ഏത് ടോപ്പിക് വെച്ചിട്ടും മാപ്പിളപ്പാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വിഷയങ്ങളും മാപ്പിളപ്പാട്ടില് വന്നിട്ടുണ്ട്. അത് ശരി. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള പാട്ടുകളും ട്രഡീഷണൽ എന്ന് പറയുന്നത് ഇപ്പൊ കൂടുതലും ഈ ട്രഡീഷണലിൽ കൂടുതലായിട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ കടുപുടു അത് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. ഈ നമ്മളൊരു ആസ്പദമാക്കിയിട്ട് എഴുതുന്ന കുറെ പാട്ടുകളുണ്ട്. നമ്മളൊരു കാര്യം പറയുന്നതും ഒന്ന് ഒരു അതിനൊരു ട്യൂണൊക്കെ കൊടുത്ത് ഇതാക്കുമ്പോൾ ആൾക്കാരൊന്നും കൂടെ ശ്രദ്ധിക്കുമല്ലോ, അത്രയുള്ള വ്യത്യാസം. അങ്ങനെ വരുന്ന പാട്ടുകളാണ് ഈ ഒരുപാട് യുദ്ധങ്ങളും അതുപോലെ ചരിത്രങ്ങളും. അത് ഈ പറഞ്ഞ പോലെ ഓരോരാളെ ചോയ്സ് പോലെ എഴുതുന്ന ആൾക്കാർ കുറച്ച് കടുകട്ടി സാഹിത്യങ്ങളൊക്കെ ഉപയോഗിച്ച് എഴുതുന്നവരുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് എഴുതുന്നവരുണ്ട്. അപ്പം മാപ്പിളപ്പാട്ടിൽ എനിക്കൊന്നും വരാത്ത ഒരു മേഖല ഇല്ല, എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം മാപ്പിളപ്പാട്ടുകളിൽ തന്നെ കത്തുപാട്ടുകള്, സബീന പാട്ടുകള്, പിന്നെ മാലപ്പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ മുഹിയുദ്ദീൻ മാല എന്ന് പറയുന്നത് നമ്മുടെ കണ്ടുകിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും പഴക്കമുള്ള 400 വർഷം പഴക്കമുള്ള മാപ്പിളപ്പാട്ട് കൃതിയാണ്. അതൊരു ഭക്തി റിലേറ്റഡ് എന്ന് പറയാം. കത്തുപാട്ട് എന്ന് പറയുമ്പോൾ അതിൽ പ്രതിപാദിക്കുന്നത് പറഞ്ഞ പോലെ കത്തുപാട്ട് എസ് എ ജമീൽ സാഹിബ് എഴുതിയതാണ്. അതിന്റെ ചരിത്രം പറയുന്നത് ആ പാട്ട് കേട്ടിട്ട് ഈ ഗൾഫിൽ പോയി ചിലപ്പോൾ ഉണ്ടാവില്ല, നമുക്ക് വരാൻ പറ്റാണ്ട് അങ്ങനെ ദുഃഖം അനുഭവിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവും. അപ്പോൾ അവരൊക്കെ കുറേ ആൾക്കാർ നാട്ടിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. അത്രയും സ്ട്രോങ് ആയിരുന്നു. കാരണം ഞാൻ മൂപ്പറുടെ കൂടെ പ്രോഗ്രാംസ്, അതായത് സ്റ്റേജ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം മൂപ്പർ ഒരു സൈക്കോളജിസ്റ്റ് കൂടെയാണ്. അപ്പോൾ മൂപ്പർ പറയുന്നത് പിന്നെ ഇനി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പല വിഷമങ്ങളുമായിട്ട് വരുമല്ലോ. അപ്പം ഇങ്ങനെ ഈ ഭർത്താവ് പിരിഞ്ഞു നിൽക്കുന്നതും അങ്ങനെ മൂപ്പറോട് ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ട് വിഷമങ്ങൾ. ഒരുപാട് കൊല്ലം കഴിഞ്ഞിട്ടല്ലേ കാണാൻ പറ്റുന്നത്. അപ്പം അത് വെച്ചിട്ടാണ് ആ ഒരു തീവ്രത ഉൾക്കൊണ്ടുകൊണ്ടാണ് മൂപ്പർ ആ പാട്ട് എഴുതിയത്. അപ്പം അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ നാട്ടിലേക്ക് അത് കേട്ടിട്ട് അതിൻ്റെ ഒരു ഇത് ശക്തി കൊണ്ട് വന്നു എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴും ആ കത്തുപാട്ടിന്റെ ഇഷ്ടം എല്ലാവർക്കും ഉണ്ട് മനസ്സിൽ, എങ്ങനെ അത് പോയിട്ടില്ല. ഫേമസ് പാട്ടില്ല അറബി അത് ഈ പറഞ്ഞ പോലെ അത് ബാപ്പ ഒരു എന്താ പറയുക പറയുന്ന പോലെ ഇത് അങ്ങനെ ഒരുപാട് കത്തുപാട്ട് എന്ന് പറയുമ്പോൾ പല കാറ്റഗറി ഉണ്ട്. ഉമ്മ മോനോട് ചോദിക്കുന്നതാവാം, ഭർത്താവ് ഭാര്യയോട് പറയുന്നതാവാം, മക്കൾ ഉപ്പാനോട്, അങ്ങനെ ഓരോ കാറ്റഗറിയിലും അല്ല പലതരത്തിലുള്ള കത്തുപാട്ടിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ജമീൽ സാഹിബ് എഴുതിയ പാട്ട് ഞാൻ അത് പാടാം. അത് വരി നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. എഴുതിയറിയിക്കാൻ കാര്യങ്ങൾ 100 എഴുതുകയല്ലാതെ വേറെന്തു വഴിയുണ്ട്, എൻ മിഴികൾ തൂകും കണ്ണു നീരതു കണ്ട് എൻ കരൾ വേദന കാണുവാനാരുണ്ട്, എങ്ങനെ ഞാൻ മറക്കും എല്ലാം ഓർത്ത് എന്നെന്നും ഞാൻ കഴിയും, നനനാനാന ഉടനടി ഒരു മറുപടി തന്ന് സങ്കടം തീർത്തിടണേ, ഇടയ്ക്കിടെ എന്നെയും ഓർത്തിടണേ. അത് പറയുന്നത് ഒരുപാട് ബഹുമാനപ്പെട്ട എൻ്റെ
പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പീരീശത്തിൽ ചൊല്ലിടുന്നു വസ്സലാം. അത് തുടക്കം. ഒരുപാട് സൗഭാഗ്യങ്ങളും ഇതൊക്കെ ഉണ്ട്, പൈസയും ഒക്കെ ഉണ്ട്, പക്ഷെ അവരുടെ സാന്നിധ്യം ഇല്ലല്ലോ. അപ്പം മക്കള് ലാസ്റ്റ് വരുമ്പോ ഭയങ്കര എന്താ പറയുന്നത്, ടച്ചിങ് ആയിട്ടുള്ള വരികളുണ്ട്. മക്കള് നല്ല പച്ചയായിട്ടുള്ള വരികളാണ്. ചിലപ്പോൾ പറയാം അത് കേൾക്കുമ്പോൾ അത് നമുക്ക് അതായത് പറയാൻ പറ്റാത്ത പോലത്തെ, പക്ഷെ അത് പാട്ടിലൂടെ വിവരിക്കുമ്പോൾ അതൊരു പച്ചയായ വരികളാണ് കൂടി നമുക്കത് സങ്കടം തോന്നുന്ന വരികളാണ് കേൾക്കുമ്പോൾ. മാലപ്പാട്ടുകള് മാലപ്പാട്ട് പാടിത്തരും. മുഹിദ്ദീൻ മാല തന്നെ പാടാം. അല്ലാ തിരു പേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. ആലമുടയവന്നേകല്ലരുളാലേ ആയേ മുഹമ്മദ് വർക്കിളാണോവർ. അല്ലാ തിരു പേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. ആലമുടയവൻ ഏകല്ലരുളാലേ ആയേ മുഹമ്മദ് വർക്കിളാണോവർ. ഇപ്പം വേദിയിലൊക്കെ പാടുമ്പോഴേ ഇന്ന പാട്ടുകൾ വേണമെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെടാറുണ്ടോ? ചിലപ്പോൾ റിക്വസ്റ്റ് വരാറുണ്ട്. ഈ പറഞ്ഞ പോലെ കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ റംലത്താന്റെ പാട്ടുകളൊക്കെ പാടാനാണ് പറയല്. പിന്നെ മെയിൽ സിംഗേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മൂസക്ക, നമ്മുടെ എരഞ്ഞോളി മൂസക്കാന്റെ പാട്ടുകളൊക്കെ റിക്വസ്റ്റ് വരലുണ്ട്. മൂസക്കാന്റെ ഒരു പാട്ട് ഏതെങ്കിലും പാടോ? കണ്ണിമാവിൻ ചോട്ടിലെന്നെ നീ വിളിച്ചില്ലേ, പണ്ട് ഉണ്ണിമാങ്ങ പാഞ്ഞെടുക്കാൻ മത്സരിച്ചില്ലേ. കാറ്റുവന്നു കാട്ടുമുല്ല പൂവിരുത്തില്ലേ, അന്ന് കൂട്ടുകാർ നാം പൂ പെറുക്കി മാല കോർത്തില്ലേ. കണ്ണിമാവിൻ ചോട്ടിലെന്നെ നീ വിളിച്ചില്ലേ, പണ്ട് ഉണ്ണിമാങ്ങ പാഞ്ഞെടുക്കാൻ മത്സരിച്ചില്ലേ. അമ്പലക്കാടിൻ ചാരി ആമ്പലപ്പൊയ്ക, അമ്പലക്കാടിൻ ചാരി ആമ്പലപ്പൊയ്ക, കണ്ണിൽ അന്നിറക്കി നാമടക്കത്തോടിനാൽ നൗക, തന്നിൽ അന്നിറക്കി നാമടക്കത്തോടിനാൽ നൗക. കണ്ണിമാവിൻ ചോട്ടിലെന്നെ നീ വിളിച്ചില്ലേ, പണ്ട് ഉണ്ണിമാങ്ങ പാഞ്ഞെടുക്കാൻ മത്സരിച്ചില്ലേ. കാറ്റുവന്നു കാട്ടുമുല്ല പൂവിരുത്തില്ലേ, അന്ന് കൂട്ടുകാർ നാം പൂ പെറുക്കി മാല കോർത്തില്ലേ. ഇത് നമ്മുടെ താജൂക്ക, നമ്മുടെ ഇപ്പൊ പറഞ്ഞ പോലെ ആൽബം ട്രെൻഡ് ആയിട്ടുള്ള താജൂക്ക, നമ്മുടെ നെഞ്ചിനുള്ളിൽ നീയാണ് താജുദ്ദീൻ വടകരയുടെ ഉപ്പ എം കുഞ്ഞി മൂസക്ക കമ്പോസ് ചെയ്ത പാട്ടാണ്. PT അബ്ദുറഹ്മാന്റെ വരികളാണ്. ഇങ്ങനെയുള്ള പാട്ടുകൾ നമ്മുടെ വടകര കൃഷ്ണദാസ് മാഷ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു ഗസൽ ടൈപ്പും കൂടെ അതായത് ബാബുഖാന്റെ എനിക്കൊന്നൊരു ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് മാപ്പിളപ്പാട്ടുകൾ കൊണ്ടുവന്ന ഒരു ടീമാണ് കുഞ്ഞു മൂസക്ക. ഈ ഉമ്മയും മകളും പാടുന്നു എന്ന് പറയുന്നതില് മാപ്പിളപ്പാട്ട് മാത്രമാണോ അല്ലെങ്കിൽ എല്ലാ പാട്ടുകളും ചേർത്തിട്ടുള്ളൊരു? ഇല്ല, എല്ലാ പാട്ടും പാടുന്നുണ്ട്. മാപ്പിളപ്പാട്ട് സത്യം പറഞ്ഞാൽ കുറവാണ് നമ്മൾ എടുത്തത്. ഇങ്ങനെയുള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ള എല്ലാ പാട്ടുകളും, പഴയ ഫിലിം സോങ്, ഹിന്ദി, പിന്നെ ഗസൽസൽ ഉണ്ടെന്ന് തോന്നുന്നു, മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് എപ്പോഴും കേൾക്കുന്ന പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ പാടി വെച്ച പാട്ടുകളും അല്ല സ്റ്റേജിൽ പാടാത്തതിന് കുറേ നല്ല നല്ല മാപ്പിളപ്പാട്ടുകളുണ്ടല്ലോ, അങ്ങനെയെല്ലാം കൂട്ടി ചേർത്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൽബമായിട്ട് ചെയ്തിട്ടുണ്ടോ?
പാട്ടുകൾ പാടി ഞാൻ പിന്നെ ഷാഫി ഖാൻ്റെ ഒക്കെ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. കൊല്ലം ഷാഫി പാടിയിട്ടുണ്ട്. പിന്നെ MG സാറിൻ്റെ ഒരു വർക്ക് ഉണ്ടായിരുന്നു, അത് ഈ പറഞ്ഞ പോലെ നുസ്രത് ഫത്തേ അലി ഖാൻ്റെ കുറച്ച് കവാലീസ് നമ്മൾ മലയാളീകരിച്ചിട്ട്, അതായത് പിന്നെ ട്യൂണ് കുറച്ച് അതുമായിട്ടൊരു സാമ്യമുണ്ട്, കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് നമ്മുടെ കാനേഷ് പൂനൂർ അതുപോലെ പൂവച്ചൽ ഖാദർ അവരൊക്കെയാണ് അതിന് ലിറിക്സ് എഴുതിയത്. അത് MG സാറിൻ്റെ ഒരു വർക്കായിരുന്നു. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട്. അതിലൊരു നമ്മളൊരു അവരെ ഓൺ പ്രൊഡക്ഷനാണ്, അപ്പോൾ അതിൽ നമ്മളൊരു പാട്ട് എന്ന് പറയുമ്പം ഒരു ഭാഗ്യമാണല്ലോ. അത്രയും മാപ്പിളപ്പാട്ട് സിംഗേഴ്സ് ഉണ്ടായിട്ടും അത് കാരണം ഞാൻ വന്നത് പട്ടുറുമാൽ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിലൂടെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കീബോർഡിസ്റ്റായ ഹേമേട്ടൻ മരിച്ചുപോയി. അപ്പോൾ ഹേമേട്ടൻ പിന്നെ MG സാറിൻ്റെ പ്രോഗ്രാംസിന് ബാക്കിങ് ചെയ്യുന്ന ആളാണ്. അപ്പം മൂപ്പറാണ് പറയുന്ന ഒരു പുതിയൊരു കുട്ടിയുണ്ട്. അപ്പോൾ വോയിസ് ടെസ്റ്റിന് പോയി, സാറ് കേട്ടു, പാട്ട് ഇഷ്ടമായി, റെക്കോർഡിങ്ങിന് വരാൻ പറഞ്ഞു, ഒരു പാട്ട് പാടി. അപ്പം അതും ഇഷ്ടമായി, അപ്പം പിന്നെ ഒന്നുകൂടെ പാടിക്കും. അങ്ങനെ 2 പാട്ട് കിട്ടി. അത് ശരി, അതിലൊരു പാട്ട് പാടോ? തിരുത്വാഹാനബി മരുഭൂവിൻ നിധി, ഇത് റബ്ബിൻ വിധി പുണ്യമാ സന്നിധി. തിരുത്വാഹാനബി മരുഭൂവിൻ നിധി, ഇതു റബ്ബിൻ വിധി പുണ്യമാ സന്നിധി. ബാല്യം മുതലേ നാടിൻ വിശ്വാസത്താൽ നേടി അൽ-അമീൻ എന്ന നാമം മാറ്റലിന്നാദരം. ആരും പുകഴ്ത്തുന്നൊരഷ്റഫുൽ ഖൽഖായ നബി. തിരുത്വാഹാ നബി മരുഭൂവിൻ നിധി, ഇതു റബ്ബിൻ വിധി പുണ്യമാ സന്നിധി. തിരുത്വാഹാ നബി മരുഭൂവിൻ നിധി, ഇതു റബ്ബിൻ വിധി പുണ്യമാ സന്നിധി. ബാബുരാജ് ഭാസ്കർ മാഷ കൂട്ടുകെട്ടിൽ കുറേ മാപ്പിള പാട്ടുകൾ ഉണ്ടായിരുന്നല്ലോ, അതിലേതെങ്കിലും ഒരു പാട്ട്? 1 2 3 4. വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വെലിക്കൽ നിന്നവനേ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനേ, എന്നോട് കിന്നാരം പറഞ്ഞവനേ. വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വെലിക്കൽ നിന്നവനേ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനേ, എന്നോട് കിന്നാരം പറഞ്ഞവനേ. കളിവാക്ക് പറഞ്ഞാലും കാര്യം പറഞ്ഞാലും കാതിന് മധുവാണ്. കളിവാക്ക് പറഞ്ഞാലും കാര്യം പറഞ്ഞാലും കാതിന് മധുവാണ്. ഇന്ന് കരക്കാര് നമ്മെ ചൊല്ലി കളിയാക്കി പറഞ്ഞാലും കരളിന് കുളിരാണ്. എൻ്റെ കരളിന് കുളിരാണ്. വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വെലിക്കൽ നിന്നവനേ, കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനേ, എന്നോട് കിന്നാരം പറഞ്ഞവനേ. ബെൻസി പാടി കുറേ പാട്ടുകൾ പാടിയെന്നല്ലേ, ഗസലും പാടാറുണ്ട്, സിനിമാ പാട്ടും മാപ്പിളപ്പാട്ടും. ഏതാണ് കൂടുതലും വേദിയിൽ പാടാൻ ഇഷ്ടം തോന്നിയിട്ടുള്ളത്? എനിക്ക് പൊതുവേ പറഞ്ഞാൽ ഈ മെലഡി ടൈപ്പ് പാട്ടുകളാണ് എനിക്കിഷ്ടം. എനിക്ക് ബഹളം കൂടുതൽ ഇഷ്ടമല്ല. പിന്നെ നമ്മളെ വാറ്റപ്പഴപ്പായതുകൊണ്ട് ചിലപ്പം കാരണം ഞാനിങ്ങനെ വടി പോലെ നിന്ന് പാടുന്ന ആൾ, എനിക്ക് ഡാൻസ് കളിക്കാനൊന്നും അറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ശരീരഭാഷയ്ക്ക് അങ്ങനത്തെ പാട്ടുകളാണ് കൂടുതൽ ആക്ട് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. കുച്ച് പാക്കർ ഖോനാ ഹേ, കുച്ച് ഖോക്കർ പാനാ ഹേ, जीवन का मतलब तो आना और जाना है, दो पल के जीवन से एक उम्र चुरानी है, जिंदगी और कुछ भी नहीं, तेरी मेरी कहानी है, एक प्यार का नगमा है, मौजूद
भी नहीं तेरी मेरी कहानी है एक प्यार का नगमा है मौजों की रवानी है. ഇപ്പം വേദിയിൽ പാടുമ്പം നമ്മള് സിനിമാ പാട്ടുകൾ അപ്പൊ ഓഡിയൻസിന്റെ ഒരു പ്രതികരണം എന്താ മാപ്പിളപ്പെട്ട് പാടുമ്പോഴുള്ള നിങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ടല്ലേ പാടുന്നത്? അപ്പം എങ്ങനെയാണ് ആളുകളുടെ ഒരു പ്രതികരണം വരുന്നത്? അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടായ അനുഭവമാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തുറന്നു പറയാലോ, പ്രശ്നമൊന്നുമില്ല. ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള പിന്നെ നമ്മുടെ പ്ലേ ബാക്ക് സിംഗേഴ്സും കൂടെയുള്ള ഷോ ആണ്. അപ്പോൾ അവരൊരു പാട്ട് പാടി അവരെ സ്റ്റാമ്പായിട്ടുള്ള പാട്ടാണ് പാടുന്നത്. അത് ഓക്കെ, അവരോടെല്ലാം നമുക്ക് എന്തായാലും ഒരു ആരാധനയൊക്കെ ഉണ്ട്, ആ സപ്പോർട്ട് അവർ കൊടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കയറി ഒരു മാപ്പിളപ്പാട്ട് പാടുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഇളകി മറിഞ്ഞ് പിന്നെ ഡാൻസായി ഭയങ്കര നമ്മളെ കൂടെ ഏറ്റുപാടും. അത് ആ ഒരു ഓളം പ്രത്യേകിച്ച് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ, ഗൾഫ് ഷോസിലാണ് നമുക്ക് കൂടുതൽ അത് കാണാൻ പറ്റുന്നത്. കാരണം അവര് നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നു, ആ ഒരു നമ്മളോടുള്ള സ്നേഹം അത് പ്രത്യേകിച്ച് അവർ പ്രകടിപ്പിക്കൽ എങ്ങനെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഭയങ്കര സപ്പോർട്ടാണ് മാപ്പിളപ്പാട്ട് പാടുമ്പോൾ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പാടിയവരെന്നെ അടുത്ത ഷോന് വരുമ്പോ ആ പാട്ടിന്റെ വരികളൊന്നും വരുന്നേ അവരത് പഠിച്ചിട്ട് വരും. ഉറപ്പാണ്, അങ്ങനെ എത്രയോ ആൾക്കാർ പാടുന്നുണ്ട്. പ്ലേബാക്ക് സിംഗേഴ്സ് ഒക്കെ പുറത്തൊക്കെ പാടുന്ന സമയത്ത് ഈ മാപ്പിളപ്പാട്ടിന് ആളുകൾ വലിയ ഇഷ്ടം തന്നെ. ആളുകൾ പാടാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത് കൂടുതലും ഈ മാപ്പിള പാട്ടുകളായിരിക്കും. അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഓഡിയൻസ് ഉണ്ടാവാറുണ്ടോ? ഇന്ന പാട്ട് പാടും അങ്ങനെ വരുമ്പോ ഏത് ടൈപ്പ് മാപ്പിളപ്പാട്ടാ അവര് കൂടുതലും ആവശ്യപ്പെടുന്നത്? അത് ഈ കല്യാണ പാട്ടുകൾ ടൈപ്പ് ഉണ്ടാവൂലേ, അങ്ങനെ അതായത് എല്ലാവർക്കും കൂടെ ഒന്ന് ഒരു ഓളം വരുന്ന പോലത്തെ പാട്ടുകൾ. പിന്നെ ആ സമയത്ത് നമ്മള് ഭക്തിഗാനങ്ങളൊന്നും പാടിയിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും ചിലപ്പം റംലത്താന്റെ പാട്ടുകളൊക്കെ ചോദിക്കും, അതിപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടമാണ്. മൂസക്ക, ഞാൻ നേരത്തെ പറഞ്ഞു മൂസക്കാന്റെ പാട്ടുകൾ, പീർ മുഹമ്മദ് പീർഖാന്റെ പാട്ടുകൾ, തലശ്ശേരി കാരനായ പീർഖാന്റെ പാട്ടുകൾ, അതൊരു കാലഘട്ടത്തിൽ കല്യാണ വീടുകൾ ഇപ്പോഴും അതെ കേട്ടോ, ഇപ്പോഴും ഏത് ഷോന് പോയാലും കല്യാണ വീട്ടിലൊക്കെ പ്രത്യേകിച്ച് നമുക്ക് ചെക്കൻ്റെയും പെണ്ണിന്റെയും പേര് അവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ആഡ് ചെയ്താൽ മതി, അപ്പൊ എവിടെയും പാടാം നമുക്ക് പീർഖാന്റെ പാട്ട്. തളിർമുല്ല വിതാനിച്ച മണിയറയിൽ പുതുമാരനണഞ്ഞിടും സുദിനമിത്. ഈ സുലഭ സുരഭില നിർവൃതിയിൽ മണവാട്ടിയണിയുന്നു രോമാഞ്ചം, എന്തൊരാവേശം എന്തൊരാഹ്ലാദം. മണവാട്ടിയണിയുന്നു രോമാഞ്ചം, എന്തൊരാവേശം എന്തൊരാഹ്ലാദം. മണവാട്ടിയണിയുന്നു രോമാഞ്ചം. തളിർമുല്ല വിതാനിച്ച മണിയറയിൽ പുതുമാരനണഞ്ഞിടും സുദിനമിത്. ഈ സുലഭ സുരഭില നിർവൃതിയിൽ മണവാട്ടിയണിയുന്നു രോമാഞ്ചം, എന്തൊരാവേശം എന്തൊരാഹ്ലാദം. മണവാട്ടിയണിയുന്നു രോമാഞ്ചം, എന്തൊരാവേശം എന്തൊരാഹ്ലാദം. മണവാട്ടിയണിയുന്നു രോമാഞ്ചം. ഈ പാട്ടുകളൊക്കെ ഡുവറ്റായിട്ട് പോകുന്ന പാട്ടുകളാണ്. അതായത് മെയിൽ സിംഗറും ഉണ്ടാവും, അപ്പോൾ കുറച്ചും കൂടെ ഒരു പഞ്ച് ഉണ്ടാവും. അങ്ങനെ വരുന്ന പാട്ടുകൾ കുറേ പാട്ടുകളുണ്ട്. പിന്നെ പടവാള് മിഴിയുള്ളോള് പഞ്ചാര മൊഴിയുള്ളോള് പദപൊങ്ങും ചിരിയുള്ള പൂങ്കനിത്തേവി പെണ്ണ് സൈനബ ബീവി. അങ്ങനെ കുറെ പാട്ടുകളുണ്ട് പീർഖാന്റെ. ഖവാലി പാടുന്നു പറഞ്ഞല്ലോ, അപ്പൊ ഒരു ഖവാലി ओ लाल मेरी पत, ओ लाल मेरी पत, रखियो भला चूले लालन. ओ सिंधड़ी दा ओ सेवन दा सखी शाबाश कलंदर, दमादम मस्त कलंदर, अली दम दम ने अंदर, दमादम मस्त कलंदर, अली दा पहला नंबर. ओ लाल मेरी पथ,
रखियो भला झूले लालन लाल मेरे पथ रखियो भला झूले लालन जिंदड़ी दा सेवन दा सखी शाबाश कलंदर दमादम मस्त कलंदर अली दा पहला नंबर दमादम मस्त कलंदर सखी शाबाश कलंदर ओ लाल मेरे लाल मेरे. വേദികളിലൊക്കെ പാടുമ്പോഴും അല്ലെങ്കിൽ ഇനി റെക്കോർഡിങ്ങിലായാലും ഒക്കെ ഈ മാപ്പിളപ്പാട്ട് പാടുന്നവർക്ക് ഉള്ളൊരു പ്രതിഫലം മറ്റുള്ള സിംഗേഴ്സുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അതോ തുല്യമായിട്ട് തന്നെയാണോ? അത് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഇതുപോലെ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ മോശമില്ലാത്ത പേയ്മെന്റ് ഉണ്ട് ഈ നമ്മുടെ ആൽബം സിംഗേഴ്സിനും. അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് പാടുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി കുറേ വർഷം കഷ്ടപ്പെട്ടാലാണ് ആ ഒരു പേയ്മെന്റ് കിട്ടുന്നത്. നേരെ മറിച്ച് നമ്മളൊരു സിനിമയിൽ വന്ന് ഒരു പാട്ട് ഹിറ്റായി കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ 1.5-2 ലക്ഷം വാങ്ങാം. ഇത് 10, 15, 20, 25 വർഷം കഷ്ടപ്പെട്ടിട്ടാണ് ആ പേയ്മെൻറ്റിലേക്ക് ഇവരെത്തുന്നത്. അതായത് ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞ പോലെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സിംഗർ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിലും നേരെ മറിച്ചൊരു 10-12 വയസ്സുള്ള ഒരു കുട്ടി ഒരു റിയാലിറ്റി ഷോയിൽ വന്ന് അതിലൊരു ടൈറ്റിൽ വിന്നറോ അതായത് വന്നു കഴിഞ്ഞാൽ അതിനേക്കാളും റേറ്റ് ആ കുട്ടിക്ക് കിട്ടും. ബെൻസിറയ്ക്ക് ചിലപ്പോൾ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, റിയാലിറ്റി ഷോയിലൂടെയല്ലേ? അല്ല, അതിപ്പം വേറൊരു സംഭവം പറയട്ടെ. നമ്മളിപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ വടി പോലെ നിന്ന് പറയുന്ന ആളായതുകൊണ്ട് ഇപ്പോൾ എൻ്റെ പേയ്മെൻറ്റ് ഞാൻ പറയുമ്പോൾ അതിനേക്കാളും തുള്ളിപ്പാടുന്ന ആൾക്കൊന്നും അത്ര ഇല്ലല്ലോ എന്ന് ചോദിക്കല്. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ അവരെ വിളിച്ചോളൂ എന്ന് പറയും, അത്ര തന്നെ. പിന്നെ അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് കാര്യം ഓരോ ആൾക്കാർ ഇങ്ങനെ അത് അവരൊരു തീരുമാനമാണ്. അവർക്ക് ഇത്രയൊക്കെ കൊടുത്താൽ മതി അങ്ങനെ. പക്ഷെ ഇതല്ല കേട്ടോ, നമുക്കും കഷ്ടപ്പാടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലേബലുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് പാട്ട് അവരത് പാടിയിട്ട് എന്നാലും നമ്മുടെ ഷാഫിഖാനൊക്കെ പോലുള്ള ആൾ നമ്മൾ തീരുന്നവരെ സപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. ചിലവർ അതിന് 1-2 പാട്ട് പാടി പിന്നെ അവരവിടെ ഇരിക്കും. ഈ നമ്മളെ പോലെയുള്ള ഒരു മധ്യഭാഗത്ത് നിൽക്കുന്ന പാട്ടുകാരാണ് പിന്നെ ഈ പ്രോഗ്രാം മുഴുവൻ അങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ പ്രതിഫലം കുറവായിരിക്കും. കുറവാണ്. ഒരുപാട് കാലം കൊണ്ട് കിട്ടുന്നതും അതാണ് ഈ മീഡിയൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണെന്ന് പറയുന്നത്. കാരണം അവരെ ആൾക്കാർക്ക് വേണം. അപ്പം എത്ര പൈസയായാലും പ്രശ്നമില്ല, നമുക്ക് ആ സിംഗറിനെ കൊണ്ടുവരണം. പിന്നെ പ്ലേബാക്ക് ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോഴും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം ഉണ്ട് അതിനകത്ത്. ഡാൻസ് ചെയ്ത് പാടുന്നവരും അല്ലാതെ വെറുതെ നിന്ന് പാടുന്നവരും തമ്മിലും വ്യത്യാസമുണ്ട്. പാട്ടിന്റെ ക്വാളിറ്റി എല്ലാം ഇപ്പോഴത്തെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. പാട്ടിന്റെ ക്വാളിറ്റി എല്ലാം നമ്മളൊരു ഒരുപാട് വേഷം കെട്ടണം, പിന്നെ കുറെ ഹോയ് ഹോയ് പറയണം, പാട്ടിന്റെ ഇടക്ക് കമോൺ എവരിബഡി, അതായിരിക്കും കൂടുതൽ ലിറിക്സിനെക്കാളും അതാ വരിക. പിന്നെ കുറച്ച് ഓഡിയൻസിനെ കൊണ്ട് അതൊക്കെ ശരിയല്ല, നമ്മൾ കൂടെ പാടും ഇതാക്കും. അപ്പം എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. നമ്മൾ എൻജോയ് ചെയ്യും എന്ന് വെച്ചാൽ ഇങ്ങനെ ഫുൾ ടൈം അതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്. നമ്മൾ ആ പാട്ടിനെ നശിപ്പിക്കാത്ത രീതിയിൽ എൻജോയ് ചെയ്യാം. ചിലപ്പോൾ ഡാൻസ് കളിച്ചിട്ട് പാട്ട് പാടാൻ മറന്നോലുണ്ട്. അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ വരലുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അങ്ങനെയാണ്. എന്നാലും എനിക്ക് തോന്നിപ്പോൾ നമ്മളെ ഷോ ഒക്കെ നടക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ആ ഒരു രീതിയിലുള്ള ആൾക്കാരും വരുന്നുണ്ട്. ഇങ്ങനെ ഒരു മെഹഫിൽ ടൈപ്പ് പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗവും ഒരു ഭാഗത്തൂടെ വളർന്നു വരുന്നുണ്ട്. ഒരു പ്രതീക്ഷയുണ്ട്. ഈ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ പുറത്തൊക്കെ പോകുമ്പോഴേ വേദികളിൽ അങ്ങനെ പാട്ടുകൾ പാടുമ്പം അവിടെയും ഇത് ബാധകാവാറുണ്ടോ? ഉണ്ട്, അതുണ്ട്. അത് എന്നാലും ഭൂരിഭാഗം ആൾക്കാർക്ക് ഇങ്ങനെ നല്ല നമ്മുടെ പാട്ടുകൾ ഇങ്ങനെ പാടുന്ന പാട്ടുകളും ഇഷ്ടമാണ്. എന്നാലും ഈ അടിപൊളി പാടുന്നതിനോട് ഇപ്പോഴത്തെ പലതരത്തിലുള്ള ഓഡിയൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ യുവാക്കൾക്കൊക്കെ ഇങ്ങനത്തെ പാട്ടുകൾ പാടുന്നവരെ ഇഷ്ടം. പുതിയ തലമുറയ്ക്ക് മാപ്പിളപ്പാട്ടിനോടുള്ളൊരു ഇഷ്ടം എങ്ങനെയാണ്? പുതിയ തലമുറയിലെ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു നല്ല അടിച്ചുപൊളി പാട്ടുകളാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ ഇപ്പോൾ സിനിമയിൽ വരുന്ന അതായത് പുതിയ വേർഷനായിട്ട് വരുന്ന കുറേ മാപ്പിള പാട്ടുകളുണ്ടല്ലോ, അതൊക്കെ അവർക്ക് അങ്ങനത്തെ പാട്ടുകൾ പാടാൻ ഇഷ്ടം. പിന്നെ അല്ലാണ്ട് പക്ഷേ ഒരുവിധം എല്ലാ സിനിമയിലും എനിക്ക് ഒരു മാപ്പിള പാട്ടില്ലാത്ത ഫിലിം ഇല്ലാന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ അത് അത്രയും ഹിറ്റ് ആവുകയും ചെയ്യുന്നുണ്ട് അങ്ങനത്തെ പാട്ടുകൾ. ഒരു പാട്ട് പാടുമോ പുതിയ തലമുറയ്ക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട്? ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആകാത്ത വിധമുള്ളതായ എല്ലാ ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടി കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം.
ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആകാത്ത വിധമുള്ളതായ എല്ലാ ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടി കൊണ്ടാടുന്ന ആനന്ദാമൃത കല്യാണം. പൂരണപ്പതിയുടെ നടുവിൽ അതിമികവുട മണിമേടയിലെ പൂമുല്ല പന്തലും അതിനകം പുറമിതു പലവിധ നിറമാലേ പൂവാടിക്കകമില് തെളിഞ്ഞുള്ളി ഇളകിടും മണിമലരിശലാലേ കൊഞ്ചുന്ന തരിമണിമുടി കണ്ണഞ്ചുന്ന വൈദ്യുതി പ്രകാശമിനാലും തോരണക്കമനമിനാലും ഇന്നാനേ ഹോയ് ഹോയ് എന്നാനേ ഹോയ് 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 നിന്നാനേ എങ്ങുമെ ഭംഗിയിൽ മുഴങ്ങി മുഴങ്ങി മിനുങ്ങി വിളങ്ങി മയങ്ങി മെരുങ്ങിയിറങ്ങിലൊരുങ്ങിയ മംഗല പന്തൽ ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആകാത്ത വിധമുള്ളതായ എല്ലാ ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടി കൊണ്ടാടുന്ന ആനന്ദാമൃത കല്യാണം. ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആകാത്ത വിധമുള്ളതായ എല്ലാ ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടി കൊണ്ടാടുന്ന ആനന്ദാമൃത കല്യാണം. അപ്പോൾ ഈ വർഷത്തിന് ശേഷം വേദിയിലേക്ക് വീണ്ടും എത്തുകയാണല്ലോ, എന്താ തോന്നുന്നത്? ഒരുപാട് ടെൻഷനുണ്ട്. മകളോടൊപ്പം എത്തുന്നതിൽ വലിയ സന്തോഷം. പക്ഷേ ഇത് പ്രോഗ്രാം കഴിയുന്നവരെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട്. അപ്പോൾ ഇവള് ഒരു ഉമ്മ എന്തിനാ പഠിക്കുന്നത്, ഞാനില്ലേന്ന്. അപ്പോൾ അതൊരു വലിയ ആശ്വാസമാണ്. എനിക്ക് ടെൻഷൻ കുറയുന്ന ഉമ്മ ഉണ്ടാവും, ഉമ്മാക്ക് ടെൻഷനായ പിന്നെ എല്ലാം അങ്ങനെയല്ല. അത് ലൈവ് അതായത് സ്ഥിരം ചെയ്യുന്നതെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. എനിക്കൊന്ന് 1-2 ഷോയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും വിചാരിക്കുന്നു. ഇപ്പം വേദിയിലേക്ക് ഒരുമിച്ച് പാടാൻ പോവാണല്ലോ. അപ്പൊ ഉമ്മയും മോളെന്നും പറഞ്ഞു വരുമ്പോ പാടുമ്പോഴുള്ള ആ ഒരു എന്താ പറയാ, എങ്ങനെയാണ് ആ കോമ്പിനേഷൻ എന്നുള്ളതിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടുണ്ടോ? വേറെ പ്രശ്നമൊന്നുമില്ല, ഇതന്നെ ചിരിക്കൂല, ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കും. പാട്ടുകൾ നമ്മളിങ്ങനെ പാട്ട് ചെയ്യുമ്പോൾ ഞാൻ നല്ല പോർഷൻ ഉണ്ടാവില്ല ചില പാട്ടിൻ്റെ. അപ്പം ഞാനത് ഇവളോട് പറയാം, ഒന്ന് നീ പാടിക്കോ വെൻസി എന്ന് പറയും. അപ്പോൾ പറയും അതിന് ഉമ്മ അങ്ങനെ പറയും, നമ്മൾ എല്ലാവരും പാടും. അപ്പം ഞാൻ വിചാരിക്കില്ല എന്താ വെച്ചാൽ ഓരോ പാട്ടിൻ്റെ നല്ല ഭാഗം അവൾക്ക് കൊടുത്തിട്ട് അവള് നല്ലോണം പെർഫോം ചെയ്യട്ടെ എന്നാണ് ഉമ്മയായതുകൊണ്ടായിരിക്കാം എനിക്ക്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എൻക്വയറി വരുമ്പോഴും ഉമ്മ എന്താ പറയുക അറിയാം, അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്. ഞാൻ അങ്ങനെയല്ല, നമ്മൾ ഒരുമിച്ച് എന്നുള്ള. അപ്പൊ ഇവള് പറയും നല്ല അങ്ങനെ ചിന്തിക്കരുത് ഉമ്മ, നമ്മൾ ഒരുമിച്ച് എന്നാ ചിന്തിക്കണ്ടേ. ഞാനല്ല, ഞാൻ അത് ഒരു ഉമ്മ എന്നുള്ള നിലയിൽ അങ്ങനെ തോന്നായിരിക്കും. അവൾക്ക് എപ്പോൾ നല്ലത് വരണം, ഒക്കെ നല്ലൊരു പ്രോഗ്രാം കാര്യമൊക്കെ കിട്ടണം, നല്ല ഫ്യൂച്ചർ ഉണ്ടാവണം എന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്ത ഇവളൊരു അങ്ങനെ ഉമ്മ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ ഒന്നിച്ച് എന്നുള്ള ചിന്തയിൽ വേണം അങ്ങനെ പറയാന്ന് പറയുന്നത്. പാടുമ്പോഴെല്ലാം പിന്നെ എന്തെങ്കിലും തെറ്റെല്ലാം വന്നാല് ഉമ്മ പറഞ്ഞു തരും സമയത്ത്. പിന്നെ ഈ ഓർക്കസ്ട്രയിൽ കൂടുതൽ ലൈവായിട്ട് ഉമ്മ പാടാത്തതുകൊണ്ട് എവിടെയാണ് അപ്പൊ ഞാനൊന്ന് തോണ്ടും, അങ്ങനെയൊക്കെ പറയുന്ന തൊട്ട് കൊടുക്കും. പിന്നെ നിർത്തണമെങ്കിൽ ഒന്ന് കൈ ഇങ്ങനെ, അതൊക്കെ നമുക്കറിയാം. നമ്മളതായ സ്റ്റുഡിയോ റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെയല്ല. കാരണം നേരത്തെ ഓർക്കസ്ട്രേഷൻ ചെയ്ത് വെച്ച് നമുക്കതിന് കറക്റ്റ് ആ സ്ഥലം എവിടെയാണ് എന്താണെന്ന് നമുക്കറിയാം. ലൈവ് വായിക്കുമ്പോൾ ചില ഓർക്കസ്ട്ര എന്ന് വെച്ചാൽ അവരെ ഒരു മനോധർമ്മം ചില സമയത്ത് അവർ ആവേശത്തിൽ നമ്മൾ വിചാരിച്ച ഒരു സാധനം ആയിരിക്കില്ല മാറ്റി വായിക്കും. പക്ഷെ അങ്ങനെ അന്നേരം നമുക്ക് അത്ര ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല എന്നാണ് ഇവള് പറയുന്നത്. അപ്പോൾ ഇവള് ഒരു ഉമ്മ അത് പേടിക്കണ്ട ഞാനുണ്ടല്ലോ എന്നെല്ലാം പറയും. രണ്ടുപേർക്കും ഇഷ്ടമുള്ളൊരു പാട്ട് പാടും. ഓക്കെ, വീണ്ടും ബാബുഖാന്റെ പാട്ടാണ്, ഭാസ്കർ മാസ്റ്റർ, കുപ്പിയോള എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട്. കൺമണി നീൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ എനിക്കു കണ്ണുകളെന്തിനു വേറെ. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ എനിക്കു കണ്ണുകളെന്തിനു വേറെ. കാണാനുള്ളത് കരളിൽ പകരാൻ, കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരേ കണ്ണായി, ഞാനുണ്ടല്ലോ ചാരേ. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ എനിക്കു കണ്ണുകളെന്തിനു വേറെ. കുപ്പിത്തരിവള കിലുക്കി ഞാൻ
വാർമഴവില്ലിൻ വളകളണിഞ്ഞൊരു വസന്തമെന്തെന്നറിയും ഞാൻ, തൂവസന്തമെന്തെന്നറിയും ഞാൻ. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്കു കണ്ണുകളെന്തിനു വേറെ.